ഗൈസ് എല്ലാവർക്കും ബി ടോക്സിലോട് സ്വാഗതം. ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ചാലഞ്ച് എന്ന് പറയുന്നത് ഹോട്ട് vs കോൾഡ്. ഇത് കണ്ടിട്ടെന്ന് തോന്നുന്നു എനിക്ക്. അതെന്തിനാന്ന് അറിയോ? അത് തന്നെ ചൂട് vs തണുപ്പ്. ഗൈസ് ഇവിടെ ഒരു പെട്ടി കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? അതിന്റെ ഇപ്പുറത്ത് നമ്മുടെ എന്താണ് അത്? ഇൻഡക്ഷൻ കുക്കർ. ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാലഞ്ചിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് റൗണ്ടിൽ ഇവർ രണ്ടുപേരായിരിക്കും മത്സരിക്കുക, അടുത്ത റൗണ്ടിൽ വാസ്കോയും കൊമ്പനായിരിക്കും മത്സരിക്കുന്നത്. ഇനി നമ്മൾ ഈ റൗണ്ടിൽ ചെറിയൊരു ഗെയിം നമ്മളോട് വെക്കും. എന്തെങ്കിലും ചെറിയൊരു ഗെയിം ഉണ്ടാവും. ആ ഒരു ഗെയിം കളിച്ചിട്ട് ആരാണ് വിന്നർ ആവുന്നത് അവർക്ക് നമുക്ക് ഹോട്ടലിൽ കോൾഡ് ചൂസ് ചെയ്യാം. അതായത് നിങ്ങൾ രണ്ടുപേരുടെ റൗണ്ടിൽ നമ്മളൊരു ചെറിയൊരു ഗെയിം ഇവിടെ സെറ്റ് ആക്കും. സോ ആ ഗെയിം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ വെക്കാൻ പോകുന്ന ഫുഡ് ഐറ്റം എന്താണെന്നുള്ളത് നിങ്ങളോട് പറയും. എന്നിട്ടായിരിക്കും നിങ്ങൾ ഗെയിം കളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഗെയിമിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഏക്കി ടോക്ക് ജയിച്ചു കഴിഞ്ഞാൽ ഏക്കൊക്കെ തീരുമാനിക്കാം ഹോട്ട് വേണോ കോൾഡ് വേണോ എന്നുള്ളത്. ആ ഫുഡ് ഐറ്റം അനുസരിച്ചിട്ട് ചൂസ് ചെയ്യാം. റെഡി അല്ലേ? അതിന് മുന്നേ കാണിച്ചു തരും ഫുഡ് എന്നുള്ളത് കാണിച്ചു തരും. ഇനിയിപ്പോ ഹോട്ട് ആണെങ്കിൽ ചില ചൂടോടെ സാധനം നമ്മൾ കൊടുക്കും. ഇനി കോൾഡ് ആണെങ്കിൽ നല്ല തണുപ്പിച്ചിട്ട് കൊടുക്കും. അപ്പോൾ എന്തും ആവാം ഗൈസ്. ഒരുപാട് ഫുഡ് ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട്. റെഡി അല്ലേ? ചലഞ്ച് റെഡി അല്ലേ? സെറ്റ് അല്ലേ? പണി ഞാൻ മടക്കുന്നുണ്ട്. ഫസ്റ്റത്തെ റൗണ്ടിലെ ഐറ്റം നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ നല്ല കിട്ടില്ല. അത് കിട്ടൂലേ? അടുത്ത റൗണ്ടിൽ വേറെ ഫുഡ് ഐറ്റം. ആൾക്കാർ ഇത് പരിഹരിക്കണം. നമുക്ക് ഇനിയും വലുത് തരണം. പങ്കെടുക്കണം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ വാനില ഐസ്ക്രീം ആണ് ഗൈസ് ഇവിടെ വെച്ചിട്ടുള്ളത്. ആൻഡ് നിങ്ങൾക്കുള്ള അവിടെ വെച്ചത്. ഓക്കെ ഫൈൻ ഗൈസ്. അപ്പൊ നമ്മുടെ ഏക്കും ബക്രിക്കുള്ള ഗെയിം എന്ന് പറയുന്നത് ഇവന്റെ കൈയാണെങ്കിൽ ഇതൊന്നും നടത്തിക്കോട്ടെ. എന്റെ പൊന്നു ഗൈസ് കളി തുടങ്ങി. അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ചെറിയൊരു ഗെയിമാണ് ഗൈസ്. നമ്മുടെ സ്റ്റോൺ പേപ്പർ സീസർ ആണ് ഗൈസ് നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു കുലുക്കാണ് 4 കുലുക്ക്. ഒറ്റ പേപ്പർ സീസർ അങ്ങനെയല്ല, രണ്ടിങ്ങനെ കുലുക്ക്. ഇതെന്തിനു കുലുക്കാത്ത? ഹോട്ട് വേണോ ഹോട്ട് വേണോ? നിങ്ങൾ വെറൈറ്റി എടുത്തോ? ഓക്കെ ഗൈസ് അപ്പോൾ ഇവിടെ കോൾഡ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഓൾറെഡി കോൾഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഓക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് എന്താ? ഒന്ന് ടേസ്റ്റ് ചെയ്ത്. അത് ഒറിജിനൽ അല്ല, ടേസ്റ്റ് അത് ഒറിജിനൽ കൈയിട്ട് കോളാക്കിയല്ലേ. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ സ്റ്റൗ ഇവിടെ റെഡിയാണ്. നമ്മുടെ ഷെഫ് വാസ്കോ അത് ഐസ്ക്രീം ചൂടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗൈസ് ഇവിടെ തണുത്ത ഐസ്ക്രീം ഇവിടെ തിന്നോണ്ടിരിക്കുന്നത്. ഓവർ തണുപ്പുണ്ടോ? ഓവർ ഭയങ്കര ഓവർ എടാ ഇതൊന്നും മറ്റേ ദോശമാവാ. ഗൈസ് ഇതൊരുമാതിരി മറ്റേ പാല് ചൂടാക്കിയ പോലെ പതൊക്കെ വരുന്നുണ്ട്. എന്താവോ എന്തോ തിളപ്പിച്ചങ്ങ് തരാം. അതൊക്കെ വരുന്നു വാസ്കോ. പിന്നെ ചൂടാക്കി അതിന്റെ സ്മെല്ല് വരുന്നില്ലേ? എനിക്കാണെങ്കിൽ ഐസ്ക്രീം ഒന്നും ഇഷ്ടമല്ല ഗൈസ്. അതുകൊണ്ട് എന്റെ സ്മെല്ല് ഊഹിന്റെ പൊന്നു. ഇത് ഫുള്ള് കുടിക്കണം കേട്ടോ. അതെ കുടിക്കും ഗൈസ്. അപ്പോ ഏക്കൊക്കെ നമ്മള് ഐസ്ക്രീം നല്ല ചൂടാക്കി കൊടുത്തത്. തിളച്ച പായസം ഐസ്ക്രീം വ്യത്യാസമുണ്ടോ? ഇല്ല പാലട പായസത്തിന്റെ പാലട പായസത്തിന്റെ ഒരു ചക ഇവന് ഇത്രയും കൊടുത്താൽ പോരായിരുന്നു. ആ കപ്പിന്റെ എത്ര മഗ്ഗിന്റെ എത്ര? ഇല്ലെങ്കിൽ കൊമ്പ മേടിച്ചത് എന്റെ ടീമാണ്
ഗൈസ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മുടെ വാസ്കോ ആൻഡ് കോംബോ റെഡിയാണ്. അപ്പോൾ അവർക്കുള്ള ഫുഡ് ഐറ്റം കൊടുത്താലോ? ഓക്കെ. ഇതാണ് ഹെവി ഐറ്റം. ഇതാണ് ഹെവി ഐറ്റം. നല്ല വെയിറ്റ് ഇല്ലേ? അവർക്ക് ഐസ്ക്രീം നല്ല ശുദ്ധമായ പശുവിൽ നിന്ന് കറന്ന പാല് കൊണ്ടുണ്ടാക്കിയ ചായ. ഐസ്ക്രീം ആണ് നിങ്ങൾ അവർക്ക് കൊടുത്തത്. ചായക്ക് ചായ ഉണ്ട്. അതന്നെ 270. We want to change guys. We want to change this. ആണോ? നിനക്ക് സ്റ്റാർബക്സ് എന്നറിയോ? ഇത് മാറ്റടാ. കട്ടൻ ചായ എടുത്ത് മാറ്റി. കട്ടൻ ചായ റാഷി ടി എന്റെ അടുത്ത് കാണിക്കുന്ന ഞാൻ വെച്ചില്ല കേട്ടോ. ചായ ചായ കളിയുടെ ഗെയിം. പേപ്പർ സീസർ Stone, paper, scissor. അയ്യോ. Stone, paper, scissor. Paper, scissor. ഒന്നേ ഒന്ന്. Stone, paper, scissor. Stone, paper, scissor. ഏതാ വേണ്ടേ? തിളപ്പിക്ക്. അപ്പൊ നമ്മൾ ഈ ചായ ഒന്നിട്ട് തിളപ്പിച്ചോടാ. Guys, അപ്പൊ ഇത് നമ്മുടെ തന്റെയൊക്കെ ബുദ്ധി ചന്തയിലാണോ? ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്ക് ചായ വൃത്തിയുള്ള ഒഴിക്കണ്ട. ചന്തിക്ക് ബുദ്ധി നീ എന്തിനാ അത് നീ മാസ് കാണിക്കുക എന്നിട്ട് നേരെ വായിലേക്ക് കുഴിക്ക്. ഇവിടെ കോൾഡ് കൊടുക്കണ്ടേ? ഐസ്ക്രീം ഇടുക. അതിന് 2 ഐസ്ക്രീം എടുത്തു. അടിപൊളിയല്ലേ ഐസ്ക്രീം ഇട്ടല്ലേ? ഐസ്ക്രീമോ? ഐസ്ക്രീം എന്റെ ഒപ്പീനിയൻ ഇല്ലേ റാഷി? എന്ത് മാറ്റി ഞങ്ങളോട് ബിരിയാണി തരാം. ചായ മധുരം വേറെ എന്തെങ്കിലും മധുരം കുറവ്. ഞാൻ ആണല്ലേ? ഇത് വിശ്വാസം ഫുള്ള് കൂടി. നിങ്ങളെ കൂട്ടത്തിൽ ഇതുപോലെ ആൾക്കാരുണ്ട് ചായയിൽ ഐസ് ക്യൂബ് ഇട്ട് കുടിച്ചിട്ട് നല്ല ടേസ്റ്റ്. ചായക്കടയിൽ ഇരുന്ന് കുടിക്കണമെന്ന് വിചാരം. പെട്ടെന്ന് കുടിക്കണ. അടുത്ത ഞങ്ങൾ സെറ്റ് കയറാനുള്ളതാ. തട്ടകത്ത് കയറാനുള്ളതാ പെട്ടെന്ന്. 5 മിനിറ്റ് സമയത്ത് കുടിച്ചില്ലെങ്കിൽ ഇവരെന്താ ചെയ്യാ? പണിഷ്മെന്റ് കൊടുത്താലോ? വെറൈറ്റി ആയിക്കോട്ടെ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. നിങ്ങളെ ഹെവി ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റില്ല. തവളച്ചാട്ടം ചാടിയാ മതി. നീ അത് കുടിക്കണ്ട. ഓക്കെ ഗൈസ്, അപ്പൊ അപ്പല്ല മുടി തരാൻ ചായ. അടുത്ത ഫുഡ് ഐറ്റം വരട്ടെ. എവിടെ വരട്ടെ? നീ അത് തിന്നോ? ഗൈസ്, അപ്പൊ നമ്മുടെ മൂന്നാമത്തെ റൗണ്ടിലോട്ട് പോകണം ഗൈസ്. അപ്പൊ രണ്ടുപേരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഗൈസ്. ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗെയിം ആണ്. അതിന് മുന്നേ ആയിട്ട് ഞാൻ നമ്മുടെ ഫുഡ് ഐറ്റം കൊടുത്താലോ കുറച്ചുകൂടി ഊർജ്ജം കളിക്കാൻ. റെഡി അല്ലേ? ഒരു സ്പെഷ്യൽ സാധനമാണ് ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫുഡ് കൊണ്ടുവരാം ഗൈസ്. അപ്പൊ ഇതാ ഒരു പ്ലേറ്റ് പൊറോട്ട ഉണ്ട്. പേടിക്കണ്ട, പൊറോട്ട മാത്രമല്ല ഇതിന്റെ എന്തായിരിക്കും? ബീഫാണ്. കുറുമക്കറി ഫുള്ള് ഫ്രൈ ആണോ അതോ കുറുമയാണ്. ഫുള്ളുണ്ടോ? ബീഫ് ഫുള്ളുണ്ട്. ചൂടായാലും നല്ലത് തണുത്തതാണ്. എന്നാ ഞാൻ തോറ്റ് തരാം. ഞാനും തോറ്റാളോ? എന്തൊക്കെ പറയാലോ, ആദ്യം ഗെയിം കളിക്കണം ആദ്യം. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് എന്താണ്? ഞാൻ തോറ്റ എഴുതാൻ വല്ല എക്സാം ആയിരിക്കും അല്ലേ? ഒന്നും എനിക്ക് എടുക്കാൻ പറ്റൂല. ഗാന്ധിജിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. അങ്ങനെയാണെങ്കിൽ നീ എങ്ങനെ ജയിക്കും? ഓക്കെ ഗൈസ്, പേടിക്കണ്ട, എഴുതാനോ അല്ല വരക്കാനോ ഒന്നും അല്ല. ഇത് വെച്ചൊരു സാധനം ഉണ്ടാക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനല്ല ഗൈസ്. നമ്മൾ പണ്ടൊരു ബോട്ട് ഉണ്ടാക്കൂലേ പേപ്പർ വെച്ചിട്ട്? അതാണ് ഗൈസ് ഉണ്ടാക്കേണ്ടത്. അതായത് നമ്മൾ പണ്ട് പേപ്പർ വെച്ച് നമ്മളൊരു ബോട്ട് തോണി ഉണ്ടാക്കില്ല, തോണി. അതാണ്. അപ്പൊ എഡ്മിൻ പേപ്പർ. ഓക്കെ, 2 1. മടക്കാണ്ട് ചെയ്യണം. മടക്കി ചെയ്താൽ പ്രാവും, മടക്കാണ്ട് ചെയ്താൽ ക്ലിയാവും. അറിയാൻ തോന്നുന്നു. നോക്കട്ടെ എന്തുണ്ടാക്കണ. വേറെ പേപ്പർ തരൂല. എടാ, ഇത് പ്ലെയിൻ ആണോ? കൊണ്ടോ സ്പീഡ് ബോട്ട് ഇത് ചെയ്യാൻ പറ്റും. അവന്റെ നാട്ടിലെ സ്റ്റൈല് ചെയ്യാൻ പോകുന്നത്. അവസാനം ബോട്ടിലേക്ക് തോണി ആയാ മതി. അവിടെ ഉണ്ട് ത്രികോണം വെട്ടി. യോജിക്കുന്ന പരിപാടി യോജിപ്പില്ല. പക്ഷേ സ്പീഡ് ബോട്ടൊക്കെ ഇങ്ങനെയാ. അടിച്ച് മോനെ പഠിക്കും ബോട്ട്. ബോട്ട് ഇങ്ങനെ ഇതാക്കിക്കൂടെ? ഇങ്ങനെയല്ല. ഇത് കറക്റ്റ് തേങ്ങ ചോറ്
ഇതെന്താ പ്രാവോ? വെള്ളം കയറും. Guys, ഇവിടെ boat ready. Guys, winner is Edwin BCB here. Oh my god, guys, കിടിലായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നുകൂടെ കാണിച്ചാലോ ഒന്ന് പഠിക്കാൻ. അടുത്തോണ്ട് വരാണ്. പെട്ട് ഞാൻ എനിക്ക് ചൂട് പൊറോട്ടയും ബീഫും. അതായത് ഹോട്ട് ആണ് ഗൈസ് ചൂസ് ചെയ്തിട്ടുള്ളത്. Okay. ചൂട് പൊറോട്ടയും ബീഫ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എനിക്ക് വേണ്ട. ഗൈസ് അപ്പോ ഇതിൽ നമ്മുടെ ചൂടാക്കുള്ള ബീഫ് ഉണ്ട്. മോനെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയാം? ബീഫ് പൊറോട്ട. കൊത്ത് ബീഫ് പൊറോട്ട നല്ല സാധനമാണ്. ഉണ്ടാക്കി. അപ്പൊ എന്റെ സ്പെഷ്യൽ ആണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന എഡ്വിൻ ജോർജിന്. എഡ്വിൻ ജോർജ്, എഡ്വിൻ BCB, നവനീത് കൃഷ്ണ. ഗൈസ് അപ്പൊ നമ്മുടെ ഏക്കൊക്കെയുള്ള ഐറ്റംസ്. ബീഫ് പൊറോട്ട. ഓ നീ എന്തിനാ കഴിയും? നീ ഇതിൽ കഴിട്ടാ മതി. എന്തൊക്കെ വേണം എനിക്ക്? ഇതും കൂട്ടി തന്നണം നീ. അതൊരു കാര്യമില്ല. നല്ലൊരു കോമ്പ പൊറോട്ട, ഐസ് ക്യൂബ്, ബീഫ്. ഐസ് ക്യൂബ് അതിന് കൂടെ ഒരു ചുറ്റി പിടിച്ചത് തന്നെ. അതതിന്റെ ഒരു ഭംഗി. അത് റോളാക്കി ഇറക്കിട്ട് പോയാ മതി കേട്ടോ. തണുപ്പുണ്ടടാ? ഒട്ടില്ല. ഇയാള് പറഞ്ഞിട്ട് ഞാൻ തണുപ്പ് യൂസ് ചെയ്ത ഐസ് കൂട്ടി തിന്നണ്ട. അതന്നെ. ഈ പോത്തിറച്ചിയില് വെള്ളം ഒഴിച്ചിട്ട് തണുത്തുള്ള ഒഴിച്ച് കഴിക്കുന്ന പോലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പോയി. ഓവർ കഴിക്കണ്ട കേട്ടാ. നല്ല കേട്ട അവിടെ. എന്താ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഇപ്പൊ ഓളെ പോക്ക്. ഇതെന്താ കവള് വീർത്തിരിക്കുന്നത്? അങ്ങനെ കഴിക്കല്ലേ, അങ്ങനെ കഴിച്ചൂടാ. ബീഫ് മാത്രം എടുത്ത് തിന്ന്. പാവ ഷെഫിന് എന്തേലും തന്നു. ഐസാറില്ല ഈ പൊട്ടൻ വെച്ച് ഇവിടെ മണ്ട എന്തേലും കഴിച്ചിട്ട് പോണീച്ച് രാത്രി കാണാൻ എന്തോന്ന് നായ എല്ലാം തിന്നിട്ട് രാത്രി കാണാൻ എന്തിനു കാണാൻ. നീ പറഞ്ഞ നിർത്തും. ബക്രി ചേട്ടാ ചേട്ടാ ചേട്ടൻ. ബക്രി ചോട്ടായി മതി. ബക്രി ചേട്ടായി. ബക്രി ചേട്ടായി മതി. കുറച്ചുകൂടി തിന്നോ. ഗൈസ് അപ്പൊ നമ്മുടെ വാസ്കോ ആൻഡ് കൊമ്പൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നത്. നമ്മുടെ 4ാമത്തെ റൗണ്ടിലോട്ട് മത്സരിക്കാൻ റെഡി ആയിരിക്കുന്ന രണ്ടുപേരും ഗൂഗിളൊക്കെ നോക്കി ഫോണിൽ തപ്പ് വരുന്നു. ട്യൂട്ടോറിയൽ ഹൗ ടു അവരെ എന്നിട്ട് മറന്നുപോയി. കണ്ടിതാണ് ആരണകളെ. ഹൗ ടു മേക്ക് എ ബോട്ട്. പക്ഷെ പറയാൻ പോണത് വേറെ സാധനം. ഓക്കെ ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് ഫുഡ് ആയിട്ട് എന്തായാലും ആദ്യം കൊണ്ടുവരാം. ഗൈസ് ഓക്കെ ഫുഡ് ആയിട്ട് ആദ്യം കൊണ്ടുവരാം, എന്നിട്ട് നമുക്ക് ചാലഞ്ചിലോട്ട് പോകും. സോ ഗൈസ് അപ്പൊ ഇതാണ് നമ്മുടെ ഫുഡ് ഐറ്റം. മാഗി, നല്ല ചൂടൻ മാഗി ഉണ്ടാവും, അതുപോലെ തന്നെ തണുത്ത മാഗി ഉണ്ടാവും അല്ലെ. ചാലഞ്ചിലോട്ട് പോകാം. അപ്പൊ ചാലഞ്ചിലുള്ള പേപ്പർ പോരട്ടെ ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും സാധനം ഉണ്ടാക്കാം. അപ്പൊ രണ്ടുപേർക്ക് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം ഗൈസ് അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത് വിമാനം അല്ല ഗൈസ്, നമ്മൾ ബോട്ട് തന്നെയാണ് ഉണ്ടാക്കാൻ പറയുന്നത് ഗൈസ്. ആദ്യം ആര് ബോട്ട് ഉണ്ടാക്കുന്നു ഗൈസ് അവർക്ക് ചൂസ് ചെയ്യാം ഹോട്ട് ഓർ കോൾഡ് ഗൈസ്. വിമാനം ഇങ്ങനെയല്ലേ? ഉപ്പിലൊക്കെ തേക്കുന്നത് വേറെ കുഴപ്പമുണ്ടോ? മറന്നുപോയി. ഇതിനി പകുതിയാക്കിട്ട് ഇങ്ങനെ പറഞ്ഞു. ബോട്ടല്ലേ പ്ലെയിനെ പോലെ ഇങ്ങനെ കാണിക്കും. ഒരു കാര്യം പറയട്ടെ, രണ്ടുപേരും ഒരു സമചാതനം എടുത്തു വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് അറിയില്ല. ഇവിടം വരെ എന്നെ കണ്ട അവര് പഠിച്ചേ. ഇത് ബോട്ടേ കാര്യമായിട്ടെല്ലാം മടക്കി തുറന്നു നോക്കുമ്പോ വീണ്ടും ചതിരം. രണ്ടെണ്ണത്തിന് മാഗിയില്ല പൊക്കോ. അങ്ങനെ തിന്നോളാം. നോക്കില്ലേ അതൊക്കെടാ. അങ്ങനെ പിടിച്ചാ പോരാ. ബോട്ടെ 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 ബോട്ടെ
അപ്പൊ എന്തായാലും നമ്മുടെ വാസ്കോ വിന്നർ ആയിട്ടുണ്ട്. അപ്പൊ വാസ്കോ ഹോട്ട് അയ്യോ ഗൈസ്, അപ്പൊ നല്ല ചൂട് നൂഡിൽസ് ഗൈസ് നമ്മുടെ വാസ്കോക്ക് ഇവിടെ ആരുണ്ടാക്കി കൊടുക്കുക? ആണോ? അപ്പുറത്ത് ഇത് കുളമാക്കും നീ. പ്രണയിച്ച മതി മാറി അപ്പുറത്ത് വന്ന ഗൈസ്. അപ്പൊ നമ്മുടെ വാസ്കോന്റെ മാഗി ഇവിടെ റെഡി ആയിട്ട് അരമുക്കാ മണിക്കൂറായി പോസ്റ്റ് അടിച്ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലല്ല നിക്ക് കഴിക്കാൻ പറ്റേ എവിടെ ഐസ് ക്യൂബ്? അയ്യോ ചൂടോടെ കഴിക്കാൻ കിട്ടില്ല ചേട്ടാ. ഇതെന്താ ഐസ് ക്യൂബ് മാറ്റി വെച്ചിരിക്കുന്നത്? ഒരു ഐസ് ക്യൂബ് അങ്ങനെ കഴിക്കും. ഇൻഡക്ഷൻ കുക്കർ തരാമോ? ഇഞ്ചക്ഷൻ കുക്കറോ? ഇൻഡക്ഷൻ കുക്കർ എന്തിനാണ്? കൊണ്ടുപോകോ? ഇഞ്ചക്ഷനോ? സിറിഞ്ചോ? അപ്പൊ ഇങ്ങനെ പ്ലേറ്റ് എടുക്കുന്നില്ലോ. ഒരുത്തരും ഒരു സാധനം ചൂടാക്കാറില്ല എന്തായാലും ഇവനൊഴികെ. ഗൈസ് അപ്പോൾ ഇനി 2 റൗണ്ട് കൂടി ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ 5ാമത്തെ റൗണ്ടിലോട്ട് നമ്മുടെ AK ആൻഡ് എഡ്വിൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് ചാലഞ്ച് എന്താണെന്ന് പറയാം. ഓക്കെ, റെഡി അല്ലേ? സോ ഗൈസ് ഒരു കിടിലൻ ഒരു ബർഗർ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗെയിമിലുള്ള സാധനങ്ങൾ കൊണ്ടിട്ട്. സോ ഗൈസ് അപ്പോൾ നമ്മുടെ അടുത്ത ഗെയിമിലുള്ള ഐറ്റംസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു 3 ഗ്ലാസ് മേടയിൽ ഓരോ പേപ്പർ കാണുന്നുണ്ടല്ലേ? പേപ്പർ നമ്മൾ കണ്ട് വലിക്കുക സ്പീഡിൽ. അപ്പോൾ ഈ ഗ്ലാസ്സിൽ വീഴും. എന്നിട്ട് അടുത്ത പേപ്പറായി ഈ പേപ്പർ അങ്ങ് വലിക്കുക. അങ്ങനെ ഇത് 3 ഒരുമിച്ച് വീണം. ഇനി അഥവാ നിങ്ങൾ ഇത് വലിക്കുമ്പോൾ ഇത് താഴെ വീണ് കഴിഞ്ഞാൽ ഇതുപോലെ വീട് സെറ്റ് ആക്കിയിട്ട് ആദ്യം ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒന്ന് വീണേ. അതെന്തൊരു സ്വഭാവം റാഷിക് ടീവി. ഇതെന്താ റാഷിക് ടീവി? ഒരു ഗെയിമെങ്കിലും അവനല്ല കളിച്ചത്, എനിക്ക് അതെ ആ ബർഗർ കഴിച്ചേ തണുപ്പ്. ഇതൊന്നും സെലിബ്രേഷൻ ആണല്ലേ? വളരെ മില്ലി സെക്കൻഡ് കൊണ്ട് ഗൈസ് നമ്മുടെ എഡ്വിൻ ഇവിടെ ജയിച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ചുകൂടി കാണാൻ ഒരു ഗുമ്മുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ എന്തായാലും ഒന്ന് കഴിച്ചു തുടങ്ങിക്കോളൂ രണ്ടാളും. അത് കിടിലായിട്ടുണ്ടാവും എന്തായാലും ചൂടോടെ. എടാ ഇത് ബണ്ണിനുള്ള കട്ടി, അത് തണുപ്പായപ്പോഴേ ഒന്നും കൂടി ഫ്രീസ് ആയതാണ്, മനസ്സിലായില്ലേ? ഇല്ല കോപ്പ് കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ഇതെന്താ ഐസ് ഉറച്ചിട്ടാ? അയ്യോ ഐസ് ഉറച്ചത് അത് ഞാൻ പറഞ്ഞ ചെയ്യടാ. ഐസ് പൊട്ടിച്ചിട്ട് അതിന്റെ സെന്ററിൽ ഇട്ടിരുന്ന അതാണ് കറും ഗൈസ്. അതല്ല നല്ല വിഷമുണ്ട്. എന്താന്ന് വെച്ചാൽ ഇന്ന് കളിച്ച് 3 റൗണ്ടാണ് തോറ്റു. അത്ര ഫുഡ്സ് ആയിരുന്നു അതുകൊണ്ടാണ്. നല്ല ബർഗറല്ലേ? കൊള്ളാവുന്നത് ഇതാ. അതെ അതാ മുഖം മാറാന്ന് പറയും. ഐസ്ക്രീം അതിനൊരു കരയാണ്. ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞപ്പോ നല്ല മധുരം. ബീഫും പൊറോട്ട ഭയങ്കര ഷോകായിരുന്നു. ഇത് പിന്നെ നല്ല ടേസ്റ്റ്. ഇത് കുഴപ്പമില്ല റാഷിക് ടീവി. പുള്ളി കഴിക്കും. ഗൈസ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാലഞ്ചിലെ അവസാനത്തെ റൗണ്ട് ആണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വാസ്കോ ആൻഡ് ഇവിടെ കൊമ്പർ റെഡിയാണ്. എന്തെങ്കിലും എക്സൈറ്റഡ് ആണോ? ഈ എന്ത് ഫുഡ് ആയിരിക്കും? നല്ല എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അവസാനത്തെ റൗണ്ട് ആയതുകൊണ്ടല്ലേ? ചതിച്ചാലും ചതിക്കും. ചിലപ്പോ ചതിച്ചാലോ അങ്ങനെയായി. ഗൈസ് അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു കഞ്ഞിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ റൗണ്ടിൽ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് എന്ന് ഞാൻ പറയത്തില്ല. നമുക്ക് ഫുഡ് ഐറ്റം കൊണ്ടുവരാം. അപ്പൊ എന്താന്ന് അറിഞ്ഞാൽ മതി കേട്ടല്ലോ. രണ്ടും ഗൈസ് അപ്പോൾ ഫുഡ് So guys, കഷ്ടപ്പാട് ഒരു ചിക്കൻ അവിടെ വെക്കണം. നോക്കാൻ എന്താ ചിക്കൻ കണ്ടിട്ടില്ല എങ്ങനെ കാണിച്ചു കൊടുത്തല്ലോ ഗൈസ്. കണ്ടോ കാര്യമൊന്നുമല്ല, പ്രശ്ന സാധനം. ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് ഗെയിമിനുള്ള സാധനങ്ങൾ വരട്ടെ ഗൈസ്. അപ്പോൾ നമ്മുടെ ഗെയിമിനുള്ള സംഭവങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. തൊട്ടോണ്ട് തോറ്റു എന്ന് പറയണ്ട. അപ്പൊ റെഡിയല്ലേ? റെഡിയാണോ? കൊമ്പ റെഡിയാണോ? 3, 2, 1. ഐസ് ക്യൂബ് ഇനി ബാക്കിയുള്ളത് എല്ലാം ഇട്ടിട്ട് വേണം ഇവന് ചിക്കൻ കൊടുക്കാൻ. ബാക്കിയുള്ള എല്ലാ ഐസ് ക്യൂബും ചിക്കന്റെ ഇടയിലും നിനക്ക് തരാം. നീ തന്നെ ജയിച്ചത് എന്റെ പൊന്നു കൊമ്പ, നിനക്ക് തരാം. ഓക്കെ നീ വെയിറ്റ് ചെയ്യും. കൊമ്പന്റെ ആ സെലിബ്രേഷൻ കണ്ടായിരുന്നു. അതല്ലേ തട്ടി തട്ടി നേരെ താഴെ പോണം. എന്റെ കൊടുത്ത ചൂടാകട്ടെ. പൊന്ന് വനിയാ നേരെ കോരിയിടൂ ഗൈസ്. നമ്മുടെ ഫ്രീസ് ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ലെഗ് പീസ് വരാനുണ്ട്. ഉറച്ചത് ഇത് ഉറച്ചുപോയി. എന്ത് കഴി കൊള്ളാം. കഴി തണുപ്പാണെങ്കിലും കുഴപ്പമില്ല. ടേസ്റ്റ് ഉണ്ട്. കൂട്ടി തിന്ന
നീ എന്തിനാണ് അവിടെ കെട്ടിപ്പിടിക്കുന്നത് അറിയില്ലടാ എന്തായാലും അഭിനയം കൊള്ളാളിയാ ആണോ? എനിക്ക് മനസ്സിലായിക്കൊള്ളൂല മണ്ണ കൊള്ളൂല. ഇതിന് മസാല ഒന്നും ക്ലിയർ കിട്ടുന്നില്ല. പച്ച ചിക്കൻ കഴിക്കുന്ന ഫീൽ ആണെങ്കിലും ഞാൻ കഴിച്ചോളാം. തിന്ന പാടുതല്ലേ എന്നിട്ട് ഇത് തീരാനായല്ലോ ഇത് ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നത് ഇവിടെ മേത്തോട്ട് കളിച്ച ഇത് കാടാ ബിഗ് ബോസ് ഒന്നല്ലേ മേത്തൊക്കെ തൊടാ. ഓണറെ പുറത്താക്കിയവനെ. വലിയണ്ണ പുറത്തു പോ ബിഗ് ബോസ് ഈ ഐസ് ക്യൂബ് വായിലിട് ഐസ് ക്യൂബ് വായിലിട് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു guys. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക guys. അപ്പൊ അടുത്തൊരു കിടിലൻ ചാലഞ്ച് വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ